السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വിജയിച്ചുകൂടെ പട്ടികയിൽ നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലുള്ള രോഗികൾക്ക് ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി ശിഫ നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഖൈറിലേക്ക് അടുക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മെ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എത്ര പേര് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നേറുന്നു എന്ന് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല എപ്പോഴും നമ്മെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് മാത്രം വേണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്, ആഖിറം മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ദുനിയാവും ആഖിറവും വേണം എന്ന് ആഗ്രഹിക്കുന്നവരും നമുക്കിടയിലുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ പഠിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അതിൽ നിന്ന് വിജയമുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി. മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം ആഖിറമായാൽ, ഒരാളുടെ ലക്ഷ്യം ആഖിറമായാൽ, ആഖിറം വിജയിക്കണം എന്ന ലക്ഷ്യം ഒരാൾക്കുണ്ടായാൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അല്ലാഹു തആല ഐശ്വര്യമിട്ട് കൊടുക്കുന്നതാണ്. ആഖിറത്തിൽ വിജയിക്കണം എന്ന ഒരു കൊതി ഒരാൾക്കുണ്ടെങ്കിൽ അല്ലാഹു തആല അവൻ്റെ ഐശ്വര്യം അവൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് സന്നിവേശിപ്പിക്കുന്നതാണ്. അവന് എല്ലാം റാഹത്താണ്, എല്ലാം സുഖത്തിലാണ്, എല്ലാം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വജമഅ ലഹു ശംലഹു, മാത്രമല്ല അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, നിർബന്ധമായും ദുനിയാവിനെ അവന് അല്ലാഹു തആല നൽകുകയും ചെയ്യും. അപ്പോൾ ആഖിറത്തിൽ വിജയിക്കണമെന്ന കൊതിയോടുകൂടെ ജീവിക്കുന്ന ആൾക്ക് അതിൻ്റെ പിന്നാലെ അറിയാതെ തന്നെ അല്ലാഹു തആല ദുനിയാവിനെയും കൊടുക്കുന്നതാണ്. വമൻ കാനത്തിദ് ദുനിയാ ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം ദുനിയാവ് മാത്രമായാൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവൻ്റെ കൺമുന്നിൽ അല്ലാഹു തആല ദാരിദ്ര്യത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു. അവനൊന്നും തികയില്ല, അവന് കിട്ടിയതൊന്നും മതിയാവില്ല, അവൻ്റെ കൺമുന്നിൽ അല്ലാഹു ദാരിദ്ര്യത്തെ നൽകുന്നു. വഫറക അലൈഹി ശംലഹു, അവൻ്റെ കാര്യങ്ങളെ അല്ലാഹു തആല ചിന്നിച്ചിതറിപ്പിക്കുന്നു. വലം യഅതിഹി മിനദ്ദുനിയാ മാ ഖുദ്ദിറ ലഹു, അവനെ കണക്കാക്കിയതല്ലാതെ ഒന്നും ദുനിയാവിൽ കൊടുക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ കൊടുക്കുന്നത് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. അപ്പോൾ ആഖിറത്തെ ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ രണ്ട് ലോകത്തും വിജയം കിട്ടും എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങനെയാണ് നമ്മൾ കൊതിക്കേണ്ടത്. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വിജയത്തിലാക്കി തരട്ടെ. പ്രവാസികളായ ആളുകൾ ഒരുപാട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും പരിഹാരം നൽകട്ടെ. നമ്മുടെ നാട്ടിലും മറ്റുമൊക്കെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ കരകയറാനുള്ള
നേടാനുള്ള വഴികളെ അള്ളാഹു താല കാണിച്ചു കൊടുക്കട്ടെ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങളെ അള്ളാഹു ഹലാലായ വഴികളിലൂടെ വീട്ടിക്കൊടുക്കട്ടെ. നമ്മൾ കരുതി വെച്ച എല്ലാ നല്ല കാര്യങ്ങളും ഖൈറായി അള്ളാഹു താല പൂർത്തീകരിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.